നമസ്കാരം. നമ്മൾ ടി എയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് അറിയപ്പെടുന്ന ടൂർ ടി എ കഴിഞ്ഞു. ഇനിയുള്ളത് 4 സമയത്താണ് 4 തരത്തിലാണ് നമ്മുടെ ടി എകൾ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ഒന്ന് പെർമനൻ്റായിട്ട് കിട്ടുന്നത്, 2 ടൂർ ചെയ്യുമ്പോൾ കിട്ടുന്നത്, ഉദ്യോഗാഭ്യാസത്തിന് എവിടെയെങ്കിലും പോകുമ്പോൾ അതിനെ കിട്ടുന്നത്, 3 ഒരു വ്യക്തി ട്രാൻസ്ഫർ ആകുമ്പോൾ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ആകുമ്പോൾ അപ്പോൾ കൊടുക്കുന്ന ടി എ, 4 മറ്റു ഒക്കേഷൻസ് നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ ആദ്യത്തെ 2 ഭാഗം കഴിഞ്ഞു. ഇപ്പോൾ 3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം ടൂർ ടി ആണത് കഴിഞ്ഞു. ട്രാൻസ്ഫർ ടി എ കമ്പാരിറ്റീവ്ലി സിമ്പിളാണ്. ആ ഭാഗത്തേക്ക് നമ്മൾ എത്തുകയാണ്. ട്രാൻസ്ഫർ ടി എ എന്താണെന്ന് നമുക്കറിയാം. ഒരു വ്യക്തി ഒരു ഓഫീസിൽ തന്നെ ആയിരിക്കില്ല വർക്ക് ചെയ്യുന്നത്. അയാളെ വേറെ ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ആക്കാം. ഐദർ ഇൻ കണക്ഷൻ വിത്ത് ദ പ്രൊമോഷൻ ഓർ ഇൻ കണക്ഷൻ വിത്ത് ദ ജനറൽ ട്രാൻസ്ഫർ. എങ്ങനെയാണെങ്കിലും ഒരു വ്യക്തി മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയാൽ അദ്ദേഹത്തിന് അവിടെ എത്തിച്ചേരാനുള്ള ചിലവ്, അല്ലെങ്കിൽ ആ ഓഫീസിൽ ജോയിൻ ചെയ്യണ വരെയുള്ള ചിലവ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് കൊടുക്കും. അതിനെയാണ് ട്രാൻസ്ഫർ ടി എ എന്ന് പറഞ്ഞത്. ടൂർ ടി എയും ഇവിടെ ഇതുമായിട്ടുള്ള വ്യത്യാസമുണ്ട്. ഒരു വ്യക്തി ടൂർ പോകുമ്പോൾ, ഒഫീഷ്യൽ ആവശ്യത്തിന് മറ്റൊരു ഓഫീസിൽ പോവുക, മറ്റൊരു സ്ഥലത്ത് പോവുകയൊക്കെ ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് മാത്രമാണ് സ്ഥാനചലനം. അത് ടെമ്പററി ആയിട്ട് അയാൾ പോയി വരികയാണ്. പക്ഷേ ട്രാൻസ്ഫർ ടി എ അതല്ല. ഒരു വ്യക്തി പൂർണ്ണമായിട്ടും മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ച് നടപ്പെടുകയാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ ട്രാൻസ്ഫർ ടി എ കൊടുക്കുന്നത് ഒരു പ്രധാന കാര്യം, ഈ ട്രാൻസ്ഫർ പബ്ലിക് ഇൻട്രസ്റ്റിലായിരിക്കണം. പൊതുജന താല്പര്യപ്രകാരമുള്ള ട്രാൻസ്ഫർ ആണെങ്കിൽ ടി എ കൊടുക്കുള്ളൂ, അല്ലാതെ കൊടുക്കില്ല. അഥവാ മറ്റൊരിടത്തുമേ ഒരു വ്യക്തി തന്നെ പറയുകയാണ് എന്നെ ട്രാൻസ്ഫർ ചെയ്യണം, ഇവിടെ എനിക്ക് മറ്റു ഓഫീസിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ ആ ട്രാൻസ്ഫറിനെ നമ്മൾ റിക്വസ്റ്റ് ട്രാൻസ്ഫർ എന്നാണ് പറയുക. ഒരു വ്യക്തി റിക്വസ്റ്റ് ചെയ്തിട്ട് അയാൾ പോവുകയാണ്. അത്തരം ട്രാൻസ്ഫറുകൾക്ക് ഗവൺമെൻറ് യാത്രാ ചെലവ് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ആ വ്യക്തിയുടെ ഇഷ്ടപ്രകാരം പോകുന്നു. മറ്റുള്ളതൊക്കെ പബ്ലിക് ഇൻട്രസ്റ്റ്, പൊതുജന താല്പര്യപ്രകാരം മറ്റു ട്രാൻസ്ഫർ നടക്കുക. പൊതുജന താല്പര്യപ്രകാരം പോകുമ്പോൾ ആ വ്യക്തിയല്ല പോകുന്നത്, പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ട്രാൻസ്ഫറിന് ടി എ കൊടുക്കാം, പക്ഷേ റിക്വസ്റ്റ് ട്രാൻസ്ഫറിന് കൊടുക്കരുത്. ഇവിടെ ഒരു ചെറിയൊരു കണ്ടീഷൻ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. റിക്വസ്റ്റ് ട്രാൻസ്ഫർ ആണെങ്കിലും കൊടുക്കാം, അറ്റ്ലീസ്റ്റ് 1 വർഷം, 1 വർഷമെങ്കിലും മിനിമം ഇപ്പോൾ ഇരിക്കുന്ന ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ റിക്വസ്റ്റ് കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ കൊടുക്കാം എന്നുള്ള ഒരു കണ്ടീഷനുണ്ട്. അല്ലെങ്കിൽ കൊടുക്കാൻ പാടില്ല. ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറിന് കൊടുക്കുമോ? ഒരു വ്യക്തിയെ പണിഷ് ചെയ്തോടത്തേക്ക് വിടുന്നു, അയാളൊരു കുറ്റം ചെയ്തതെന്ന് തെളിഞ്ഞു, അതുകൊണ്ടൊരു ട്രാൻസ്ഫർ കൊടുത്ത് അയാളെ ദൂരോട്ടടിക്കുന്നു, അപ്പോൾ കൊടുക്കാമോ? ഉത്തരം വളരെ സിമ്പിളാണ്. ആ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ പോകുന്നത് അയാളുടെ ഇഷ്ടപ്രകാരമല്ല, പകരം ഗവൺമെൻറ് വിടുകയാണ്. കാരണം എന്തിനാ? പൊതുജന താല്പര്യപ്രകാരം അയാളെ വിടുകയാണ്. അങ്ങനെ വിടുമ്പോൾ, പൊതുജന താല്പര്യപ്രകാരം അവനെ വിടുമ്പോൾ അയാൾക്ക് കൊടുക്കണം. സിമ്പിളാണ് ഉത്തരം. ഓക്കെ. അപ്പോൾ ഇതാണ് ട്രാൻസ്ഫർ ടി എയുടെ കാതലായിട്ടുള്ളൊരു കാര്യം. പൊതുജന താല്പര്യപ്രകാരം പോകുമ്പോൾ മാത്രമേ കൊടുക്കുകയുള്ളൂ. റിക്വസ്റ്റ് ട്രാൻസ്ഫറാണ് കൊടുക്കാൻ പാടില്ല. പക്ഷേ 1 വർഷം കംപ്ലീറ്റ് ചെയ്താൽ അയാൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇനി അടുത്തത്, ഇതിനിടയ്ക്ക് ഈ ടെമ്പററി ട്രാൻസ്ഫർ എന്നൊരു സാധനമുണ്ട്. അതുകൊണ്ടൊന്ന് പറഞ്ഞു പോയേക്കാം. ടെമ്പററി ട്രാൻസ്ഫർ വെച്ചാൽ വർക്കിംഗ് അറേഞ്ച്മെൻ്റ് എന്നൊക്കെ പറയും. വർക്കിംഗ് അറേഞ്ച്മെൻ്റ് ഒരു ട്രാൻസ്ഫർ അല്ല. ടെമ്പററി ട്രാൻസ്ഫർ എന്നൊരു വാക്ക് ചേർത്താലും അതൊരു ട്രാൻസ്ഫർ അല്ല, അതൊരു ടൂർ പോലെ കണക്കാക്കാവുള്ളൂ. എന്താണ് ടെമ്പററി ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ 2 മാസം വരെ ഒരു വ്യക്തിയെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലെ പെട്ടെന്നുണ്ടാകുന്ന ഔദ്യോഗിക ആവശ്യത്തിന് ആ ഓഫീസിൽ ആളില്ലാതെ വരുമോ, അല്ലെങ്കിൽ ആ ഓഫീസിൽ സ്പെഷ്യലായിട്ടൊരു കാര്യം ചെയ്യാൻ കഴിവില്ല, പ്രാപ്തിയുള്ളവരില്ലാതെ വരുമ്പോഴോ ഇദ്ദേഹത്തെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ അങ്ങനെ വിടുന്ന ട്രാൻസ്ഫറിനെ വിളിക്കുന്ന പേരാണ് ടെമ്പററി ട്രാൻസ്ഫർ. ഈ ടെമ്പററി ട്രാൻസ്ഫർ ആണെങ്കിൽ 2 മാസം വരെയുള്ള ട്രാൻസ്ഫറിന് ടെമ്പററി ട്രാൻസ്ഫർ അവിടെ കൊടുക്കേണ്ടത് ടൂർ ടി ആണ്. പക്ഷേ ഇത് 2 മാസം കഴിഞ്ഞും എക്സീഡ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് ആ ടൂർ ടി എ ക്യാൻസൽ ചെയ്ത് ട്രാൻസ്ഫർ ടി എ കൊടുക്കണമെന്നാണ് നിയമം. ഇത്രയാണ് ബേസായിട്ട് ഇതിൻ്റെ ഓർക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത്, ഒരു വ്യക്തി ട്രാൻസ്ഫർ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചിന്തിക്കുക. ഒന്നാമത് സംഭവിക്കുന്നത്, ആ വ്യക്തി ഇപ്പോഴത്തെ പഴയ സ്ഥലത്ത് നിന്ന് പുതിയ സ്ഥലത്തേക്ക് പോകുന്നു. അതാദ്യം സംഭവിക്കുന്നു. കൂടാണ്ട് വേറെ കുറേ കാര്യം സംഭവിക്കുന്നുണ്ട്. എന്താണ്? ആ വ്യക്തിയുടെ കട്ടിൽ, കിടക്ക, ഇതൊക്കെ പോകുന്നുണ്ട്, ഇല്ലേ? കൂടാണ്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലി, അവരും കൂടെ പോകുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തെ ഉപയോഗിച്ചിരുന്ന വണ്ടി, കാറെങ്കിൽ കാറ്, ബൈക്കെങ്കിൽ ബൈക്ക്, ഇത്തരം സാധനങ്ങളും അയാൾക്ക് കൊണ്ടുപോകേണ്ടി വരും.
ഇത്രയാണ് ഒരു വ്യക്തി ട്രാൻസ്ഫർ ആകുമ്പോൾ മാറ്റപ്പെടുന്നത്. ടൂറിന് അങ്ങനെ ഒരു മാറ്റമില്ല, ഈ വ്യക്തി മാത്രമേ പോകുന്നുള്ളൂ. പക്ഷേ ട്രാൻസ്ഫറിന് അങ്ങനെയല്ല, ആ വ്യക്തി പോകണം, വ്യക്തിയെ ആശ്രയിക്കുന്ന കുടുംബം പോകണം, കുടുംബത്തിനെ അങ്ങോട്ട് പറിച്ചു നടണം. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട കാര്യം അയാളുടെ വീട്ടുപകരണങ്ങൾ, വീട്ടു സാധനങ്ങൾ കൊണ്ടുപോകണം, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വാഹനം കൊണ്ടുപോകണം. ഇത്രയും സാധനം ട്രാൻസ്ഫർ ആവുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും സാധനം കൊണ്ടുപോകാനുള്ള ചിലവ് മുഴുവൻ ട്രാൻസ്ഫർ ചെയ്യലുണ്ട്. അപ്പോൾ ആദ്യത്തത് വ്യക്തി, ഓഫീസർ, അയാൾക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ അയാൾ ട്രാൻസ്ഫർ, അയാൾക്കുള്ള കാര്യം കിട്ടും. രണ്ടാമത് ഇയാളുടെ ഫാമിലി പോകുന്നുണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ടി എയെ സംബന്ധിച്ച് ഫാമിലിക്ക് ഒരു നിർവചനമുണ്ട്. ഫാമിലി എന്ന് പറയുന്നത് ഹസ്ബൻഡ്, വൈഫ്, ചിൽഡ്രൻ, ഹോളി ഡിപ്പെൻഡൻറ്റ്, ഇൻക്ലൂഡിങ് സ്റ്റെപ്പ് ചിൽഡ്രൻ, ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ ഹസ്ബൻഡ് വൈഫിനും തന്നെ ഒരു വാക്ക് അവിടെ ചെറുതാണ്, പലരും ശ്രദ്ധിക്കാതെ പോയൊരു വാക്കുണ്ട് KSRൽ, ഹോളി ഡിപ്പെൻഡൻറ്റ് ആൻഡ് റിസൈഡിങ് വിത്ത് എന്നൊരു വാക്കുണ്ട്. ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പലരും ട്രാൻസ്ഫർ എഴുതുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല, കൊടുക്കാറുണ്ട്. ഇവിടെ ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം ഫാമിലി എന്ന് പറയുന്നത്. അതായത് ഹസ്ബൻഡാണെങ്കിൽ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്ത ഭാര്യ ആയിരിക്കണം, വൈഫാണ് വൈഫിനെ ഡിപ്പെൻഡ് ചെയ്ത ഹോളി ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം, കൂടാതെ കൂടെ താമസിക്കുന്ന ആളുമായിരിക്കണം. ഇതൊന്നും ഇല്ലാണ്ട് പലരും ടി എഴുതാറുണ്ട്. ഞാൻ പറഞ്ഞ നിയമമാണ് ഈ പറഞ്ഞത്, നിങ്ങൾ എങ്ങനെയും എഴുതിക്കുമോ. നിയമം ഇങ്ങനെയാണ് പറയുക, ഹോളി ഡിപ്പെൻഡൻറ്റ് ആൻഡ് റിസൈഡിങ് വിത്ത് ആയിരിക്കണം. അതുപോലെ ചിൽഡ്രൻ ഹോളി ഡിപ്പെൻഡൻ്റ് അല്ലാതെ വരുന്ന എപ്പോഴാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഡിപ്പെൻഡൻ്റായിട്ട് കൂടെ താമസിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ മാത്രമേ എഴുതുള്ളൂ. കുട്ടികളുടെ കാര്യത്തിൽ ഒരു എക്സെപ്ഷൻ പറയുന്നത് സ്റ്റെപ്പ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. ഇവിടെ പറയാത്തൊരു വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. അമ്മ, അച്ഛൻ, ഫാദർ, മദർ, ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഈ ടി എ സംബന്ധിച്ച് ഫാമിലിയുടെ നിർവചനത്തിൽ അവരില്ല, അറിഞ്ഞിരിക്കുക. പലപ്പോഴും ക്വസ്റ്റ്യനിൽ നിങ്ങളെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പലപ്പോഴും പറയും ഡിപ്പെൻഡൻറ്റ് ഫാദർ കൂടെ പോയി, ഡിപ്പെൻഡൻറ്റ് മദർ, ഹോളി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള മദർ കൂടെ പോയി, പിന്നെ എന്തെങ്കിലുമൊക്കെ അസുഖം ബാധിച്ച ഫാദർ കൂടെ ഉണ്ടായിരുന്നു, അസുഖം ബാധിച്ച അമ്മ കൂടെ പോയി, ഇങ്ങനെ പല കാര്യങ്ങളും ചേർക്കും. ഇങ്ങനെ എന്ത് കാര്യം ചേർത്താലും നിങ്ങൾ അതിനകത്ത് കൺഫ്യൂഷൻ ആകണ്ട. അവരെ ഒന്നും ഫാമിലിയുടെ നിർവചനത്തിൽ പെടുത്തിയിട്ടില്ല, ഓർത്തിരിക്കണം. അപ്പോൾ ആരൊക്കെയുണ്ട്? ഹസ്ബൻഡ്, വൈഫ്, പിന്നെ ചിൽഡ്രൻ, അവർ, പിന്നെ സ്റ്റെപ്പ് ചിൽഡ്രൻ, ഇതൊക്കെ ഹോളി ഡിപ്പെൻഡൻ്റ് ആൻഡ് റിസൈഡിങ് വിത്ത് ആയിരിക്കണം. ഇത്രയും പേര് കൂടെ പോകാം. ഓക്കെ. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവർ കൂടെ പോകണമെന്നൊരു നിയമമൊന്നുമില്ല. പകരം ഇവർക്ക് വേണമെങ്കിൽ ഈ ആൾ ട്രാൻസ്ഫർ ആയി എന്നറിഞ്ഞ്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആകും എന്നറിഞ്ഞ് നേരത്തെ പോകാം. ട്രാൻസ്ഫർ ആയിക്കഴിഞ്ഞാൽ റിലീവ് ചെയ്യില്ലോ, റിലീവ് കുറേ ദിവസം കഴിഞ്ഞെങ്കിലേ ചെയ്യുള്ളൂ. അപ്പം അതിന് മുന്നേ ഇവർക്ക് വേണേൽ പോവാം, അപ്പോഴും കൂടെ പോയതായിട്ട് പരിഗണിക്കും. ഇനി ഇയാൾ പോയി അവിടെ ജോയിൻ ചെയ്ത്, അന്നേരം ഇവർ കൂടെ പോകണമെന്നൊന്നുമില്ല. കാരണം വെച്ചാൽ ഇയാൾ പോയി വേറെ സ്ഥലത്ത് ജോയിൻ ചെയ്ത് പരിചിതമില്ലാത്തൊരു സ്ഥലമാണ്, പരിചയമില്ലാത്തതായതുകൊണ്ട് അവരെ താമസിക്കാൻ സ്ഥലമൊക്കെ കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഗവൺമെൻറ് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ 6 മാസം കഴിഞ്ഞ് പോയാൽ മതി. അപ്പോൾ ഫാമിലി കൂടെ പോകണമെന്നില്ല, ഫാമിലിക്ക് വേണമെങ്കിൽ മുന്നേ പോകാം. അതിനൊരു കണ്ടീഷനുണ്ട്. മുന്നേ എന്ന് പറയുമ്പോൾ ഇയാൾ റിലീവ് ചെയ്ത ഡേറ്റിന് 1 മാസത്തിനുള്ളിലായിരിക്കണം, പുറകിലായിരിക്കണം പോയിരിക്കണം. അങ്ങനെ പോകാം. ഇപ്പോൾ ഇന്നൊരു 8-ാം തീയതി ആണെന്നിരിക്കുന്നത്. 8-ാം തീയതി ആണെങ്കിൽ കഴിഞ്ഞ 9-ാം തീയതി മുതൽ ഈ 8-ാം തീയതി വരെയുള്ള ഡേറ്റിൽ ഏത് അവരും പിന്നെ പുതിയ സ്ഥലത്തേക്ക് പോയാലും അവർ കൂടെ പോയതായിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ 1 മാസം മുന്നേ പോകാം. പിന്നെയോ അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം, ഇവിടെ ഓർത്തിരിക്കണം, ഇവിടെ റിലീവിങ് ഡേറ്റാണ് മുന്നേ പോകുമ്പോൾ. പിന്നെ പോകുമ്പോൾ പുറകെ വരുമ്പോൾ അവിടെ ചെന്ന് ജോയിൻ ചെയ്തതിന് ശേഷം 6 മാസത്തിനുള്ളിൽ വരണം. പിന്നെ കാരണം വളരെ സിമ്പിളാണ്. ഫാമിലി വരണമെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള പിന്നെ താമസ സൗകര്യം ഒരുക്കണം, അതിന് ഉദ്യോഗസ്ഥന് സമയം കൊടുക്കണം. അതിനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ. മുന്നേ പോകണം എപ്പോഴാണെന്ന് വെച്ചാൽ പലപ്പോഴും ഈ നാട്ടിലേക്കൊക്കെ ട്രാൻസ്ഫർ ആകും, അതുകൊണ്ട് ഇവരെ നേരത്തെ വിടാം. അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പോൾ ഫാമിലി എന്താണെന്ന് പഠിച്ചു, ഇവരെപ്പോൾ പോകണമെന്ന് പഠിച്ചു. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി മുന്നേ പോയാലും പുറകെ പോയാലും ശരി, കൂടെ പോയാലും ശരി, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ പോണ സ്ഥലം. ഇപ്പോൾ ഇയാളുടെ കൂടെ താമസിക്കുന്ന ഫാമിലി, അയാളിപ്പോൾ ഒരു ശരിക്കും എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു, ഇയാൾ ഒരു ട്രിവാൻഡ്രംകാരനാണ്, ഇയാളെ കാസർഗോഡിന് ട്രാൻസ്ഫറായി. ഫാമിലി കൂടെ പോകുന്നില്ല, ഫാമിലി പകരം നാട്ടിലേക്ക് ട്രിവാൻഡ്രത്തിന് പോകുവാന്നിരിക്കട്ടെ. അങ്ങനെ പോകുമ്പോഴും ടി എ കൊടുക്കാം. ഇയാൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരണമെന്നില്ല, ഇയാളുടെ കൂടെ താമസിച്ച ഫാമിലി വേറെ സ്ഥലത്തേക്ക് പോവാം. പക്ഷേ ഇയാൾ എവിടുന്ന് ട്രാൻസ്ഫർ ആയോ
എങ്ങോട്ട് പോകുന്നു ആ ദൂരത്തിനുള്ള ടി എ കൊടുക്കുള്ളൂ. വേറെ എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോ, കുഴപ്പമില്ല, ആ ടി എ കൊടുക്കുള്ളൂ. അതുപോലെ മറ്റൊരു കാര്യം, ഇയാൾ ട്രാൻസ്ഫർ ആയവരുടെ ചെല്ലുന്നു, ഫാമിലി ഇയാളുടെ കൂടെ താമസിച്ചിരുന്നില്ല, അവർ നാട്ടിൽ നിന്നാണ് വരുന്നതെങ്കിലും അവർക്കും ടി എ കൊടുക്കാം. പക്ഷേ പഴയത് ടു പുതിയത് ആ ദൂരം എടുക്കുകയുള്ളൂ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞില്ല ഫാമിലിയെ സംബന്ധിച്ച്. പിന്നെ ഈ ട്രാൻസ്ഫർ ടിയുടെ കാര്യത്തിൽ ഡിസ്റ്റൻസ് എപ്പോഴും കണക്ക് കൂട്ടുന്നത് ഓഫീസ് ടു ഓഫീസ് അല്ല, റെസിഡൻസ് ടു റെസിഡൻസ് ആണ്. അതറിഞ്ഞിരിക്കുക, റെസിഡൻസ് ടു റെസിഡൻസ് ആണ്. അപ്പോൾ ആരൊക്കെ പോയി, ഓഫീസർക്കുള്ള കാശ് കിട്ടും, ഫാമിലിക്കുള്ള കാശ് കിട്ടും. ഫാമിലി ആരാന്നും എങ്ങനെ പോകണമെന്നും എങ്ങോട്ട് പോകണമെന്നും ഞാൻ പറഞ്ഞു. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആരൊക്കെയാണ് ഫാമിലി, എപ്പോൾ പോകാം, 1 മാസം മുന്നേ പോകാം, 6 മാസത്തിന് ശേഷം പോകാം, പിന്നെ എങ്ങോട്ട് പോകാം, ഇയാളുള്ള സ്ഥലത്തേക്ക് പോകണമെന്നില്ല, കൂടെ താമസിച്ച ഫാമിലി നാട്ടിലേക്ക് പോകാം, കുഴപ്പമില്ല. ഇനി ഇയാളുടെ കൂടെ ഫാമിലി ഇല്ലായിരുന്നു, പക്ഷേ പുതിയ സ്ഥലത്ത് ചെന്നപ്പോൾ ഫാമിലിക്ക് കൂടെ താമസിക്കണമെന്ന് ആഗ്രഹം വന്നു, നാട്ടിൽ നിന്ന് അങ്ങോട്ട് വരാം, കുഴപ്പമില്ല, അപ്പോഴും ടി എ കൊടുക്കണം. ഇനി അടുത്ത 3ാമത്തെ കാര്യം, അപ്പോൾ 2 കൂട്ടരായി. ഇനി ഞാൻ 3ാമത് എന്താ പറഞ്ഞത്, ഒന്ന് ഓഫീസർ മാറും, പിന്നെ 2ാമത് ഫാമിലി കൂടെ പോവും, 3ാമത് ഇയാളുടെ കട്ടിൽ, കിടക്ക മുതലായ വീട്ടുപകരണങ്ങൾ, അതിനെ പേഴ്സണൽ ഇഫക്റ്റ് എന്നാണ് പറയുക. ഇയാളുടെ ഉപകരണങ്ങൾ, ഇയാൾ എന്തൊക്കെ ഉപയോഗിച്ചിരുന്നു, ആ ഉപകരണങ്ങളും കൂടെ കൊണ്ടുപോകണം. അല്ലാണ്ട് അയാൾക്ക് അവിടെ കിടക്കാൻ പറ്റുമോ? കട്ടിലെ കിടക്ക ഇതെല്ലാം കൊണ്ടുപോകണ്ടേ? ചട്ടി, കലം, നാടൻ ഭാഷ പറഞ്ഞ ചട്ടിയും കലവും ഒക്കെ കൊണ്ടുപോകണ്ടേ? അതെല്ലാം കൊണ്ടുപോകണം. അത് കൊണ്ടുപോകണതിനെ വിളിക്കുന്നവരാണ് പേഴ്സണൽ ഇഫക്റ്റ്. ഈ പേഴ്സണൽ ഇഫക്റ്റ് എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇയാൾക്ക് വേണ്ട വീട്ടു സാധനങ്ങൾ മുഴുവൻ കൊണ്ടുപോകും. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, ഓരോ ഉദ്യോഗസ്ഥരും കൊണ്ടുപോകേണ്ടതിന് നിയമമുണ്ട്. ഗ്രേഡ് 1 ഉദ്യോഗസ്ഥരാണ് 3000 കിലോ വരെയുള്ള സാധനം കൊണ്ടുപോകാൻ, കിലോ കണക്കാണത്. പിന്നെ ഗ്രേഡ് 2കാർക്ക് 2000, ഗ്രേഡ് 3ഉം 4ഉം 1500 കിലോ. അപ്പം 3000, 2000, 2000, 1500, 1500 ഇങ്ങനെയാണ് 5 പേര് കൊണ്ടുപോകുക. 3000 ഗ്രേഡ് 1, ഗ്രേഡ് 2A 2000, ഗ്രേഡ് 2B 2000, ഗ്രേഡ് 3 1500, ഗ്രേഡ് 4 1500. അപ്പോൾ അങ്ങനെ പഠിക്കുക, 3000, 2000, 2000, 1500, 1500. ക്ലിയർ ആവും. ഇത്രയും കിലോ സാധനങ്ങൾ കൊണ്ടുപോകും. എന്ത് സാധനം? വീട്ടു സാധനം കൊണ്ടുപോകാനുള്ള കാര്യം പഠിച്ചു. ക്ലിയറായി. ഇനി വീട്ടു സാധനം കൊണ്ടുപോകുമ്പോഴത്തേക്കും ട്രെയിനൊക്കെ നമുക്ക് കയറ്റാനും ഇറക്കാനൊന്നും പറ്റില്ല. അതിന് ലോഡിങ് അൺലോഡിങ് ചാർജ് പ്രത്യേകം കൊടുക്കുക. എന്താ ട്രെയിനിൽ കയറ്റാൻ ഇറക്കാനും പറ്റാത്തത്? കാരണം നമ്മൾ ഗുഡ്സ് ട്രെയിനാണ് ഇത് കൊണ്ടുപോകണം, ഗുഡ്സ് ഫെയർ ആണ് കൊടുക്കുക ഈ സാധനങ്ങൾ കൊണ്ടുപോകണം ട്രെയിനാണെങ്കിൽ. അപ്പോൾ അവിടെ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഏൽപ്പിച്ചിട്ട് പോരുകയാണ്, അല്ലാണ്ട് ഗുഡ്സ് ട്രെയിൻ വരുമ്പോൾ നമ്മൾ കയറ്റാനും ഇറക്കാനൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു നിശ്ചിത എമൗണ്ട് ഉണ്ട്. അപ്പോൾ ആ എമൗണ്ട് കൊടുക്കും. അപ്പോൾ ലോഡിങ് അൺലോഡിങ് ചാർജ് കൊടുക്കും. അപ്പോൾ വസ്തുതകൾ കൊണ്ടുപോകാനുള്ള കാശ് കൊടുക്കും, കൂടാണ്ട് ലോഡിങ് അൺലോഡിങ് ചാർജ് കൊടുക്കും. അത് കൊടുക്കണം, വ്യത്യാസമുണ്ട്. കാരണം ഗ്രേഡ് 1 ഉദ്യോഗസ്ഥന് 3000 കിലോ കൊണ്ടുപോകാം, അതിനനുസരിച്ചുള്ള ചാർജ് കൊടുക്കണ്ടേ. അതുകൊണ്ട് ലോഡിങ് അൺലോഡിങ് ചാർജ് എങ്ങനെ വരുന്നത്? 900 ഗ്രേഡ് 1 ഉദ്യോഗസ്ഥന്, മറ്റവർക്ക് ഗ്രേഡ് 2കാർക്ക് 500, മറ്റവർക്ക് രണ്ടുപേരും 450. മറക്കരുത്. അപ്പോൾ കൊണ്ടുപോകുന്ന കിലോ 3000, 2000, 2000, 1500, 1500. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ലോഡിങ് അൺലോഡിങ് വരുന്നത് 900, 500, 500, 450, 450. ഇതും കിട്ടി. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പോയി. ഒരു ഉദ്യോഗസ്ഥന് ടൂറ് പോലെയല്ല, ട്രാൻസ്ഫർ ആയിക്കഴിഞ്ഞാൽ വേറെ കുറേ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒന്ന് ഓഫീസർ പോകും, അയാൾ പോകേണ്ട കണക്കിയല്ലോ, അയാൾ അവിടെ ചെന്ന് ജോയിൻ ചെയ്യണമല്ലോ. അയാൾ പോവും, കൂടെ ഫാമിലി പോവും. അപ്പോൾ ഫാമിലി ആരാന്ന് പറഞ്ഞു, ഈ ഫാമിലി എപ്പോൾ പോകണമെന്ന് പറഞ്ഞു, ഫാമിലി എവിടെ നിന്നൊക്കെ പോകാം, എങ്ങോട്ടൊക്കെ പോകാം എന്ന് ഞാൻ പറഞ്ഞു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി 2ാമത് ഇയാളുടെ വീട്ടുപകരണങ്ങൾ, അതിനെ പേഴ്സണൽ ഇഫക്റ്റ് എന്നാണ് പറയുക. പേഴ്സണൽ ഇഫക്റ്റ് പോകണ കാര്യം പറഞ്ഞു, അതിൻ്റെ ചാർജ് കൊടുക്കുമെന്ന് പറഞ്ഞു. അത് ഓരോ ഉദ്യോഗസ്ഥർക്കും ഓരോ തരത്തിലാണ് കൊടുക്കുന്നതെന്നും പറഞ്ഞു. അതായത് എത്ര കിലോ, കാരണം കിലോ വ്യത്യാസമുണ്ട്. ഗ്രേഡ് 1 ഉദ്യോഗസ്ഥൻ കൂടുതൽ കിലോ ഉള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയാൽ, മറ്റവർക്ക് അതനുസരിച്ച് കുറയും. 3000, 2000, 2000, 1500, 1500 ഇങ്ങനെ കൊണ്ടുപോകുക. ഇനി ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ട്രെയിനിന് പോകുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ബസ്സിനൊക്കെയാണ് നമുക്ക് കയറ്റി ഇറക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ട്രെയിനിന് നമുക്ക് അവിടെ ലോഡിങ് അൺലോഡിങ് ചെല്ലാൻ പറ്റില്ല. അതിന് നിശ്ചിത എമൗണ്ട് ഉണ്ട്. അതുകൊണ്ട് അതും കൊടുക്കും. ഇപ്പോൾ ലോഡിങ് അൺലോഡിങ് ചാർജ് കൊടുക്കും. എങ്ങനെ കൊടുക്കുക? ഗ്രേഡ് 1 ഉദ്യോഗസ്ഥന് 900, മറ്റവർക്ക് 500, ഗ്രേഡ് 2കാർക്ക് പിന്നെ 450. ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ലോഡിങ്ങിനും കൊടുക്കും, അൺലോഡിങ്ങിനും കൊടുക്കും. എന്ന് വെച്ചാൽ എന്താ, പുറപ്പെടുന്ന സ്ഥലത്ത് നിന്ന് കയറ്റാനുള്ള കാശ് 900 കൊടുക്കും ഗ്രേഡ് 1കാരന്, അവിടെ ചെന്ന് ഇറക്കാനുള്ള കാശും കൊടുക്കും 900. അപ്പോൾ 2 സൈഡും കൊടുക്കുമെന്ന് ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ ഗ്രേഡ് 1 ഉദ്യോഗസ്ഥന് ഇവിടെ 900, അവിടെ 900. ഗ്രേഡ് 2കാർക്ക് ഇവിടെ 500, അവിടെ 500. ഗ്രേഡ് 3ക്കും 4നും ഇവിടെ 450, അവിടെ 450. ഇത്രയും കാശ് ലോഡിങ് അൺലോഡിങ്ങിന് കിട്ടും. ഇനി ഇത് മാത്രമൊന്നുമല്ല,
പലരും ടി എ എഴുതുമ്പം എഴുതാത്തൊരു കാര്യം കൂടെ അങ്ങോട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി കൊണ്ടുപോകാനുള്ള വാശുണ്ട്, വണ്ടി കൂടെ കൊണ്ടുപോകാൻ പറ്റും. എങ്ങനെ വണ്ടി കൊണ്ടുപോകുക? വണ്ടി കൊണ്ടുപോകണമെന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് കൺവെയൻസ്, അവിടെ ഒരു കണ്ടീഷനുണ്ട്, 150 കിലോമീറ്ററിന് അപ്പുറത്തേക്കുള്ള ട്രാൻസ്ഫറാണ് മാത്രമേ അതിന് കാശ് തരുള്ളൂ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഗുഡ്സ് ട്രെയിനിൻ്റെ, ഇപ്പോൾ ട്രെയിനാണ് കൊണ്ടുപോകണമെങ്കിൽ ഗുഡ്സ് ട്രെയിനിൽ ഇത് കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ ഗ്രേഡ് 1 ഉദ്യോഗസ്ഥന് മോട്ടോർ കാർ കൊണ്ടുപോകാം, ഗ്രേഡ് 2 കാർക്ക് മോട്ടോർ സൈക്കിൾ കൊണ്ടുപോകാം, 3ക്കും 4നും സൈക്കിൾ, സാധാരണ സൈക്കിൾ. അപ്പോൾ ഗ്രേഡ് 1 കാറിന് മോട്ടോർ കാറ് കൊണ്ടുപോകാം, ഗ്രേഡ് 2 കാറിന് സ്കൂട്ടറോ ബൈക്കോ കൊണ്ടുപോകാം, ഗ്രേഡ് 3ക്കും 4നും സൈക്കിൾ കൊണ്ടുപോകാം. ഇത്രയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ചാർജ് എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ഗുഡ്സിൽ ഇത് കൊണ്ടുപോകാനുള്ള കാശ് കിട്ടും. കൂടാണ്ട് ഇപ്പോൾ കാറാണെങ്കിൽ കാറിൻ്റെ ഡ്രൈവർക്കുള്ള സെക്കൻഡ് ക്ലാസിൻ്റെ വണ്ടിക്കൂലിയും കൊടുക്കും. ഓക്കെ, അത്രയും കാശ് അവിടെ കൊടുക്കും. ഇപ്പോൾ ബസ്സിനാണെങ്കിൽ ഇപ്പോൾ പിന്നെ ഈ ട്രെയിനെല്ലാം കൊണ്ടുപോകണേ വേറെ വല്ല ഇതിലാണ് കൊണ്ടുപോകണമെങ്കിൽ, റോഡ് മാർഗ്ഗമാണ് ഈ കാറ് കൊണ്ടുപോകണതെങ്കിൽ, ഇയാൾ ട്രെയിനിന് പോകുമ്പോൾ റോഡ് മാർഗ്ഗമാണ് കാർ കൊണ്ടുപോകണമെങ്കിൽ 14 പൈസ വെച്ച് കിലോമീറ്ററിന് കാറിന് കിട്ടും. മോട്ടോർ ബൈക്കാണെങ്കിൽ 7 പൈസ വെച്ച് കിട്ടും. അത് ഇമ്പോർട്ടൻ്റ് അല്ല, വെറുതെ ഞാൻ പറഞ്ഞൊന്നുമില്ല, ഇതിനിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് കൺവെയൻസ് ഇത്രയും കാര്യം കിട്ടും. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കൺവെയൻസ് പറഞ്ഞാൽ ഗ്രേഡ് 1 ഉദ്യോഗസ്ഥന് കാർ കൊണ്ടുപോകാം, ഗ്രേഡ് 2 കാർക്ക് മോട്ടോർ സൈക്കിൾ കൊണ്ടുപോകാം, 3ക്കും 4നും സൈക്കിൾ കൊണ്ടുപോകാം. അത് ട്രെയിനെ കൊണ്ടുപോകാനുള്ള ഗുഡ്സ് ഫെയർ കിട്ടും. പിന്നെ ഗ്രേഡ് 1 കാറിന് വേറെ വ്യത്യാസമുണ്ട്. ഈ കാറ് കൊണ്ടുപോകുമ്പോൾ കാറിൻ്റെ ഡ്രൈവർക്കുള്ള വണ്ടിക്കൂലിയും കൂടെ കൊടുക്കും. ഓക്കെ, സാധാരണ ഇതിൽ ടി എ എഴുതി വരുന്നിടത്തൊന്നും ഇത് കണ്ടിട്ടില്ല. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ട്രാൻസ്ഫർ ടി എ എടുക്കുമ്പോൾ ഇതും കൂടെ എഴുതിക്കും. പക്ഷേ കണ്ടീഷൻ 150 കിലോമീറ്റർ മുകളിലായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമ്മൾ കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞു. ട്രാൻസ്ഫർ ടി എ തീർന്നു, ഇത്രയേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഓർക്കേണ്ടത്? പബ്ലിക് ഇൻട്രസ്റ്റുള്ള ട്രാൻസ്ഫറിനെ കിട്ടൂ. ടെമ്പററി ട്രാൻസ്ഫർ 2 മാസം വരെയുള്ള ടെമ്പററി ട്രാൻസ്ഫർ എന്നാണ് വിളിക്കുന്നത്, അതിന് കിട്ടില്ല. അതെന്ത് ടി എ കൊടുക്കണം? അതിന് നമ്മൾ ടൂർ ടി എ കൊടുക്കണം. 2 മാസം കഴിഞ്ഞ് വരെ ഉണ്ടെങ്കിൽ, അത്തരം ട്രാൻസ്ഫർ ആണെങ്കിൽ അത് സാധാരണ ട്രാൻസ്ഫറായിട്ട് പരിഗണിച്ച് ട്രാൻസ്ഫർ ടി എ കൊടുക്കണം. ഇനി എന്തൊക്കെയാണ് കൊണ്ടുപോവുക? 1 ഉദ്യോഗസ്ഥൻ പോകണം, 2 ഫാമിലി പോകണം, 3 അവൻ്റെ വീട് സാധനങ്ങൾ കൊണ്ടുപോകണം, ആ പേഴ്സണൽ എഫക്റ്റ് എന്ന് പറയും. ഇനി അത് കയറ്റാനും ഇറക്കാനുള്ള കാശ് കൊടുക്കണം, പിന്നെ അവൻ്റെ വാഹനം കൊണ്ടുപോകണം, അതിനുള്ള കാശ് കൊടുക്കണം. ഇത്രയാണ് ട്രാൻസ്ഫർ ടി എയിൽ കിട്ടുക. അപ്പോൾ ഇത് ക്ലിയറായി കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും നമുക്ക് പറയാനില്ല. വളരെ എന്താ പറയുക, സിമ്പിളായിട്ടുള്ള കാര്യം, മറ്റ് ടി എ പോലെയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഒരു പ്രോബ്ലം ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആവും. ഒന്നുകൂടെ ഓർക്കുക. ഒരു പിന്നെ ഇനി അതിന് മുമ്പ് ഒരു കാര്യം കൊണ്ടൊന്ന് പറഞ്ഞോട്ടെ. സാധാരണ ഇതിൽ 2 തരത്തിലാണ് ഒരു മനുഷ്യൻ യാത്ര ചെയ്യുന്നത്. ഒന്നുകിൽ ട്രെയിനിന് പോകും, അല്ലെങ്കിൽ റോഡ് മാർഗം ബസ്സിന് പോകും. ഇത് രണ്ടുമാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. അതിനു മുമ്പ് ട്രെയിനിന് പോയാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ട്രെയിനിന് പോകുമ്പോൾ അപ്പോൾ ബൈ റെയിൽ, ജേർണി ബൈ റെയിൽ വഴി പോയി കഴിഞ്ഞാൽ ഇയാൾക്ക് എന്തൊക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. കിട്ടണമൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. ഉദ്യോഗസ്ഥനുള്ള കാശ് കിട്ടും, പിന്നെ ഫാമിലിക്ക് വീട്ടുപകരണങ്ങളുടെ ലോഡിങ് അൺലോഡിങ്, വണ്ടി കൊണ്ടുപോകാനുള്ള കാശ്, ഇത്രയും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് പോകണമെന്ന് നോക്കാം. ട്രെയിനിന് ഇനി എങ്ങനെ യാത്ര ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്. ഫസ്റ്റ് ഗ്രേഡ് ഉദ്യോഗസ്ഥരാണെങ്കിൽ 2 ടയർ എ സിക്ക് പോകണം. സെക്കൻഡ് എ കാറിന് പോകേണ്ട ഫസ്റ്റ് ക്ലാസ്സിനാണ്. ഇനി ഫസ്റ്റ് ക്ലാസ്സിലെ 2 ടയർ എ സിക്ക് പോകാം. അതൊക്കെ ഓർമ്മയുണ്ടാവുന്നതാണ്, അതൊന്നുകൂടെ നോക്കിയേക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കുക, ഉദ്യോഗസ്ഥൻ്റെ ഗ്രേഡ് അനുസരിച്ചാണ് ഫാമിലിയുടെയും ഗ്രേഡ്. ഗ്രേഡ് 1 ഉദ്യോഗസ്ഥനാണെങ്കിൽ അയാൾ 2 ടയർ എ സിക്ക് പോകുന്നു, ഫാമിലിയും അതിന് തന്നെ പോകാം. അല്ലാതെ ഫാമിലി നിങ്ങൾ സെക്കൻഡ് ക്ലാസ്സിൽ പൊക്കോളൂ എന്നൊന്നും ഗവൺമെൻറ് പറയില്ല. ഗ്രേഡ് ആ ഉദ്യോഗസ്ഥൻ്റെ ഗ്രേഡ് തന്നെയാണ് ഫാമിലിയുടെ ഗ്രേഡും, അതറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്കത് ട്രെയിനിന് പോയാൽ എന്തൊക്കെ കിട്ടുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ. ട്രെയിനിന് പോയി കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഫെയർ കിട്ടും. നമുക്ക് ആദ്യമല്ല നോക്കേണ്ടത് എന്താ? ഉദ്യോഗസ്ഥൻ, ഫാമിലി, പിന്നെ പേഴ്സണൽ ഇഫക്റ്റ്, ലോഡിങ് അൺലോഡിങ്, ഇത്രയും കാര്യങ്ങൾ നോക്കണമല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് ഉദ്യോഗസ്ഥൻ്റെ കാര്യം നോക്കാം. ഉദ്യോഗസ്ഥന് എന്തൊക്കെ കിട്ടും? ട്രെയിനിനാണ് പോകണമെങ്കിൽ അയാൾക്ക് ഫെയർ കിട്ടും, കൂടാണ്ട് 3 IC കിട്ടും. ഉദ്യോഗസ്ഥന് ഫെയർ പ്ലസ് 3 IC. എന്താണ് ഈ 3 IC? IC എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, കിലോമീറ്ററിന് 90 പൈസ, അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ അല്ലാണ്ട് മിനിമം ഹാഫ് ഡി എന്ന് പറഞ്ഞ സാധനമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉദ്യോഗസ്ഥന് എന്ത് കിട്ടും? വണ്ടിക്കൂലി. ഗ്രേഡ് 1 ഉദ്യോഗസ്ഥനാണെങ്കിൽ അയാൾക്ക് 2 ടയർ എ സിയുടെ കാശ് പ്ലസ് ഹാഫ് DA. സ്റ്റേറ്റിൽ
ഒരു ഗ്രേഡ് 1 ഉദ്യോഗസ്ഥൻ്റെ DA 600 അതിൻ്റെ ഹാഫ് 300 രൂപയുടെ 3 ഇരട്ടി, അഥവാ 3 IC എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് 1.5 DA എന്ന് വേണം പറയാം. 1.5 DA കിട്ടും. ഫെയർ, ട്രെയിൻ ഫെയർ, ട്രെയിനിൻ്റെ കാശ്, ടിക്കറ്റ് ചാർജ്, അത് 2 ടയർ AC, അത് ആ നിയമം വെച്ച് നോക്കണം, ആ ഉദ്യോഗസ്ഥൻ്റെ ഗ്രേഡ് വെച്ച് നോക്കണം. അപ്പോൾ ടിക്കറ്റ് ഫെയർ പ്ലസ് 1.5 DA. എങ്ങനെയാണ് ഈ 1.5 DA പറഞ്ഞത്? 3 IC എന്നാണ് നിയമം. ഫെയർ പ്ലസ് 3 IC. 3 IC എന്ന് പറഞ്ഞാൽ 1 IC എന്ന് പറയുന്നത് ഹാഫ് DA ആണ്, മിനിമം ഹാഫ് DA നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ 3 IC എന്ന് പറഞ്ഞാൽ ഹാഫ് DA, ഹാഫ് DA, ഹാഫ് DA, അപ്പോൾ 1.5 DA. അപ്പോൾ ഫെയർ പ്ലസ് 1.5 DA ഉദ്യോഗസ്ഥന് കിട്ടും. ഓക്കെ. ഫാമിലിക്ക് IC ഇല്ല, അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥന് 1.5 DA IC ആയിട്ട് കൊടുത്തത്, 3 IC കൊടുത്തത്. ഫാമിലിക്ക് ഫെയർ മാത്രമേ കിട്ടുള്ളൂ. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ട്രെയിനിനാണ് യാത്ര, നമ്മൾ ട്രെയിനിനാണ് പോകണം. ട്രെയിനിന് പോകുമ്പോൾ ഈ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊന്നും കിട്ടില്ല. 5 മുതൽ 12 വരെ ആണെങ്കിൽ, 12 ജസ്റ്റ് താഴെ വരെ ആണെങ്കിൽ ഹാഫ് ഫെയറിൻ്റെ വണ്ടിക്കൂലിയുടെ ടിക്കറ്റിൻ്റെ പകുതി കിട്ടുള്ളൂ. ഹാഫ് ടിക്കറ്റ് മതി എന്നാണ് അവർക്ക്. 12 മുകളിലേക്കാണെങ്കിൽ ഫുൾ ടിക്കറ്റ് കിട്ടും. ഇത്രയാണ് അവിടെ ഓർക്കുക. അപ്പോൾ ഉദ്യോഗസ്ഥന് ഫെയർ പ്ലസ് IC കിട്ടും. ട്രെയിൻ യാത്രയാണ് കേട്ടോ, ട്രെയിൻ ഫെയർ പ്ലസ് IC കിട്ടും. പിന്നെ ഫാമിലിക്ക് ഫെയർ പ്ലസ് IC എന്ന് പറഞ്ഞാൽ അവിടെ ആ IC എത്രയാണെന്ന് ഓർമ്മ വേണം. ഫെയർ പ്ലസ് 3 IC ആണ് അവിടെ അയാൾക്ക്. അത് ഈ ഫാമിലിക്ക് അവിടെ വേണ്ടിയിട്ടാണ് 3 IC കിട്ടും. പിന്നെ ഫാമിലിക്ക് എന്താ കിട്ടുക? IC ഒന്നുമില്ല, വണ്ടിക്കൂലി മാത്രം. വണ്ടിക്കൂലി ഒരു പ്രത്യേകത വെച്ചാൽ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകതയുണ്ട്. 5 വയസ്സ് വരെ ആണെങ്കിൽ ഹാഫേ കിട്ടുള്ളൂ, പകുതി ടിക്കറ്റ് മതി. 5 മുതൽ 12 വരെ, ഇപ്പോൾ 5 മുതൽ 12 വരെ ആണെങ്കിൽ പകുതി കിട്ടുള്ളൂ, 5 താഴെയാണെങ്കിൽ ഇല്ല. 12 മുകളിലാണെങ്കിൽ ഫുള്ള് ഫെയർ കിട്ടും. ഓക്കെ. ഇനി അടുത്തത് നെക്സ്റ്റ് എന്താ വേണ്ടത് നമുക്ക്? ലോഡിങ് അൺലോഡിങ് ചാർജ് അല്ലേ? അയാളെ പേഴ്സണൽ ഇഫക്റ്റ് കൊണ്ടുപോകണ്ടേ? ഇനി പേഴ്സണൽ ഇഫക്റ്റ് എങ്ങനെയാണ് കൊണ്ടുപോകുക? അടുത്ത പേഴ്സണൽ ഇഫക്റ്റാണ്. പേഴ്സണൽ ഇഫക്റ്റ് എങ്ങനെ കൊണ്ടുപോകുക? ഗ്രേഡ് 1 ഉദ്യോഗസ്ഥന് എത്ര കൊണ്ടുപോകുക? 3000. ബാക്കിയുള്ളവരോ 2000, 1500, 1500. ഇതിൻ്റെ ഫെയർ ഗുഡ്സ് ഫെയറാണ് കിട്ടുക. അത് കാലാകാലങ്ങളിൽ റെയിൽവേ പറയുന്ന ഫെയർ കിട്ടും. എവിടം വരെ അതിന് നിശ്ചിതമായ ഇതില്ല. അപ്പോൾ ഗ്രേഡ് 1 ഉദ്യോഗസ്ഥന് 3000 കിലോ കൊണ്ടുപോകാൻ റെയിൽവേ എത്ര ചാർജ് ചെയ്യണോ അത് കിട്ടും. ഗ്രേഡ് 2കാർക്കാണ് 2000 കിലോ കൊണ്ടുപോകാൻ എത്ര ചാർജ് റെയിൽവേ ചാർജ് ചെയ്യണോ അത് കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ പേഴ്സണൽ എഫക്റ്റിൻ്റെ കാര്യം ക്ലിയറായി. അപ്പോൾ ഉദ്യോഗസ്ഥന് കിട്ടുന്ന ക്ലിയറായി, ഫാമിലിക്ക് കിട്ടുന്ന ക്ലിയറായി, പേഴ്സണൽ എഫക്റ്റ് കൊണ്ടുപോകാൻ കിട്ടുന്ന കാശ് റെയിൽവേയുടെ ഗുഡ്സ് ഫെയർ എത്രയാണോ അത് കിട്ടും. ഓക്കെ. പിന്നെ കൂടാണ്ട് കയറ്റിറക്ക കൂലി ഞാൻ പറഞ്ഞു എങ്ങനെയായിരുന്നു? ഗ്രേഡ് 1 ഉദ്യോഗസ്ഥന് 900 കിട്ടും, ഇവിടെ 900. ഇപ്പോൾ എറണാകുളത്തുനിന്ന് കണ്ണൂർക്കാണെങ്കിൽ എറണാകുളത്തുനിന്ന് കയറ്റാൻ 900, കണ്ണൂർ ഇറക്കാൻ 900, അപ്പോൾ 900 പ്ലസ് 900 കിട്ടും ലോഡിങ് അൺലോഡിങ്. ഗ്രേഡ് 2കാർക്ക് ഇവിടെ 500, അവിടെ 500. ഗ്രേഡ് 3ക്കും 4ും ഇവിടെ 450, അവിടെ 450. അങ്ങനെ ലോഡിങ് അൺലോഡിങ് ചാർജ് കിട്ടും. ക്ലിയറായി കാണുമല്ലോ? അപ്പോൾ ഇത്രയും കാശുകളാണ് അവിടെ കിട്ടുന്നത്. പിന്നെ അയാൾക്ക് വാഹനം ഉണ്ടെങ്കിൽ വാഹനത്തിനും വാഹനം കൊണ്ടുപോകാനുള്ള ചാർജ് കൂടാണ്ട് കാറാണെങ്കിൽ ഗ്രേഡ് 1 ഉദ്യോഗസ്ഥന് കാറ് കൊണ്ടുപോകാം. കാറാണെങ്കിൽ അതിൻ്റെ ഡ്രൈവർ ഉണ്ടെങ്കിൽ ഡ്രൈവർക്ക് സെക്കൻഡ് ക്ലാസ് ഫെയർ, സെക്കൻഡ് AC അല്ല കേട്ടോ, സെക്കൻഡ് ക്ലാസ് ഫെയർ അവിടെ കിട്ടും. ഇത്രയാണ് ട്രെയിനിന് കിട്ടുക. ട്രെയിൻ ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ യാത്ര ബസ് വഴിയാണ് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ട്രെയിനിന് കിട്ടിയ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ ഓർക്കുക. ഉദ്യോഗസ്ഥൻ ഫെയർ പ്ലസ് 3 IC, ഫാമിലിക്ക് IC ഇല്ല, ടിക്കറ്റ് മാത്രം. 5 വയസ്സ് വരെ ഇല്ല, 12 വയസ്സ് വരെ ഹാഫ് ടിക്കറ്റ്, 12ന് മുകളിൽ ഫുൾ ടിക്കറ്റ്. അത് ക്ലിയറായി കാണുന്നു. പിന്നെ പേഴ്സണൽ ഇഫക്റ്റ് ഗ്രേഡ് 1 ഉദ്യോഗസ്ഥന് 3000 കിലോ കൊണ്ടുപോകാനുള്ള കാശ്, ഗ്രേഡ് 2കാർക്ക് 2000 കൊണ്ടുപോകാനുള്ള കാശ്, മറ്റുള്ളവർക്ക് 1500 കൊണ്ടുപോകാനുള്ള കാശ്, ഇത്രയും കിട്ടുന്നു. ഇനി പിന്നെ ലോഡിങ് അൺലോഡിങ്ങിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞു. ഇത്രയാണ് നമുക്ക് ട്രെയിനിൻ്റെ വഴിയുള്ള യാത്രയ്ക്ക് കിട്ടും. ഇനി അടുത്ത ആരാ? നെക്സ്റ്റ് ബസ്സിന് പോകുന്നു. ബസ്സിന് പോകുമ്പോൾ എന്താ സംഭവിക്കുക? ബസ്സിന് പോകുമ്പോൾ ഇവിടെ ഒരു കാര്യം ഇറക്കാം. നമുക്ക് ബസ്സിന് പോകണതിന് മൈലേജ് എന്നാണ് വിളിക്കുക. എന്താണ് മൈലേജ് എന്ന് ഓർമ്മയുണ്ടല്ലോ? റോഡ് മൈലേജ്. ഇല്ലെങ്കിൽ ഒന്നുകൂടെ എടുത്ത് ആ ടിയുടെ ആ വീഡിയോ ഒന്നുകൂടെ കാണുക കേട്ടോ. റോഡ് മൈലേജ്. ഇവിടെ ഉദ്യോഗസ്ഥൻ പോകുന്നു, ഉദ്യോഗസ്ഥന് 2 റോഡ് മൈലേജ് കിട്ടും. അറിഞ്ഞിരിക്കുക, 2 റോഡ് മൈലേജ് ഉദ്യോഗസ്ഥനുണ്ട്. എന്താ റോഡ് മൈലേജ്? ഫെയർ പ്ലസ് IC എന്ന് ഹാഫ് DA. അപ്പോൾ ഫെയർ പ്ലസ് ഹാഫ് DA കൂടുന്നതിൻ്റെ 2 കിട്ടും. ആർക്ക്? ഡബിൾ കിട്ടും ഉദ്യോഗസ്ഥന്, ഓഫീസർക്ക്. ഫാമിലിക്ക് അപ്പോൾ ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഒരാൾ മാത്രമാണ് ഒന്നും കിട്ടിയില്ല. കാരണം ആ ഒരാളുടെ കാശ് ഇപ്പുറം കൊടുത്തു, അതുകൊണ്ടാണ് കിട്ടില്ലാത്തത്.
ഹസ്ബൻഡാണ്, വൈഫിൻ്റെ കാശ് ഓൾറെഡി ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്ന് കിട്ടി. രണ്ടാമത് പിന്നെ 2 പേരാണെങ്കിൽ 1 റോഡ് മൈലേജ് കിട്ടും. ഇനി 3ഓ അതിൽ കൂടുതലോ ആണെങ്കിൽ 2 റോഡ് മൈലേജ് കിട്ടും. അപ്പോൾ ഒന്ന് നോക്കാം, ഫാമിലിക്ക് ഒരാളാണ് ഒന്നുമില്ല, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓഫീസർക്ക് 2 കൊടുത്തോണ്ടാണ്. 2 പേരാണെങ്കിൽ 1, 3ഓ അതിലധികമാണ് 2. 2 എന്ത്? റോഡ് മൈലേജ്. എന്താ ഈ റോഡ് മൈലേജ്? ഫെയർ, അതായത് ബസ് ചാർജ് പ്ലസ് ഐ സി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഹാഫ് ഡി. രണ്ടും കൂടെ കൂടുന്നതിൻ്റെ പിന്നെ ഒരു ആൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഭാര്യ മാത്രമേ ഉള്ളെങ്കിൽ ഒന്നും കൊടുക്കുകയില്ല, ഭാര്യയും ഒരു കൊച്ചുമാണെങ്കിൽ കൊച്ചിന് മാത്രം കൊടുക്കും. പിന്നെ ഭാര്യയും 2 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ 2 കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും, ഭാര്യയ്ക്ക് കൊടുക്കില്ല. ഭാര്യയുടെ കാശ് ഓൾറെഡി ഭർത്താവ് മേടിച്ചു, അതുകൊണ്ടാണ് അവിടെ കൊടുക്കാത്തത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പേഴ്സണൽ എഫക്റ്റ് ഇവിടെ കൊടുക്കുന്നത് 3 റോഡ് മൈലേജാണ് കൊടുക്കുക. ഈ ഉദ്യോഗസ്ഥൻ 2 റോഡ് മൈലേജ് മേടിച്ചു, അതിൻ്റെ കൂടെ 1 റോഡ് മൈലേജും കൂടെ കൂട്ടിയാണ് പേഴ്സണൽ എഫക്റ്റ് കൊടുക്കുക. ഇയാളെ വീട്ടു സാധനം കൊണ്ടുപോകാൻ അതാ കൊടുക്കുക, അല്ലാണ്ട് നമ്മളെ പിന്നെ ട്രെയിനിന് പോലെ അങ്ങനെയില്ല. അപ്പോൾ ഇയാൾ കാറിന് ലോറിക്കോ ടെമ്പോയ്ക്കോ എന്തുവേണേൽ കൊണ്ടുപോകാൻ കൊടുക്കണ കാശ് റോഡ് വഴിയാണ് 3 റോഡ് മൈലേജേ കൊടുക്കുകയുള്ളൂ. ഇനി ബസ്സിന് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഇയാൾക്ക് ലോഡിങ് അൺലോഡിങ് കാശ് കൊടുക്കില്ല. കാരണം ലോഡിങ് അൺലോഡിങ് കൊടുക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് തന്നെ വേണം കയറ്റി ഇറക്കം ചെയ്യാം, അത് കൊടുക്കില്ല. പിന്നെ അടുത്തത് കൺവെയൻസ് കൊണ്ടുപോകാൻ, അതായത് മോട്ടോർ സൈക്കിളും കാറും കൊണ്ടുപോകാൻ കൊടുക്കില്ല. കാരണം ഇത് റോഡ് വഴിയല്ലേ പോകുന്നത്, അത് ഓടിച്ചുകൊണ്ട് പോയാൽ മതി, അതുകൊണ്ട് അതും കൊടുക്കില്ല. അപ്പോൾ ഒന്ന് നോക്കാം, ട്രെയിനിന് കിട്ടുന്ന മുഴുവൻ ഇവിടെ കിട്ടില്ല. ട്രെയിനിന് കിട്ടുന്ന എല്ലാ സാധനവും ഇവിടെ കിട്ടില്ല. ഇവിടെ കിട്ടാത്ത എന്തൊക്കെയാണ്? ഓഫീസർക്ക് കാശ് കിട്ടും, ഫാമിലിക്കും കാശ് കിട്ടും, സമ്മതിച്ചു. ലോഡിങ് പിന്നെ പേഴ്സണൽ എഫക്റ്റ് കിട്ടും. പേഴ്സണൽ എഫക്റ്റ് കിട്ടുന്നത് 3 റോഡ് മൈലേജേ കിട്ടുള്ളൂ. ലോഡിങ് അൺലോഡിങ് ഇല്ല, കൺവെയൻസ് കൊണ്ടുപോകാനുള്ള കാശില്ല. ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ റോഡിൻ്റെ നോക്കുക. ഓഫീസർക്ക് 2 റോഡ് മൈലേജ്, ഫാമിലിക്ക് ഒരാളാണ് ഒന്നുമില്ല, 2 പേരാണെങ്കിൽ 1. എന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ എളുപ്പത്തിൽ ചിന്തിച്ചാൽ ഭാര്യയ്ക്കില്ല. 1 കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് കൊടുക്കും, 2 കുട്ടിയാണെങ്കിൽ ആ 2 കുട്ടികൾ കൊടുക്കും, 2 കൂടുതൽ കുട്ടികളാണെങ്കിൽ 2 പേർക്കേ കൊടുക്കുകയുള്ളൂ. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഓക്കെ, ലോഡിങ് അല്ല പേഴ്സണൽ എഫക്റ്റ് കിട്ടുന്ന 3 റോഡ് മൈലേജ്. പിന്നെ ലോഡിങ് അൺലോഡിങ് ഇല്ല, വണ്ടിയും അയാൾക്കുള്ള വാഹനം കൊണ്ടുപോകാൻ കാശൊന്നും കൊടുക്കുകയില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതുകൊണ്ട് ട്രാൻസ്ഫർ ടി എ ക്ലിയറായി. ഒരു ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ട് പറയുകയാണ്. ആ ക്വസ്റ്റ്യൻ ഒന്ന് ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് ഒന്ന് തന്നെത്താനൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അത് ക്ലിയർ ആയിക്കോളും. പിന്നെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ഗ്രേഡ് 1 ഉദ്യോഗസ്ഥനെ ട്രിവാൻഡ്രത്ത് നിന്ന്, ഗ്രേഡ് 1 ഉദ്യോഗസ്ഥനാണെന്ന് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ആൻ ഓഫീസർ ഡ്രോയിങ് എ സാലറി പേ ഓഫ് 80,000 rupees എന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആ സാലറി വെച്ചിട്ട് അയാൾ ഗ്രേഡ് 1 ആണെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഞാനങ്ങോട്ട് നേരിട്ട് പറയാം, ഗ്രേഡ് 1 ഉദ്യോഗസ്ഥനെ ട്രിവാൻഡ്രത്ത് നിന്ന് കാസർഗോഡിന് ട്രാൻസ്ഫറായി. അയാൾ ഫാമിലി കൂടെ ഉണ്ട്. ആരൊക്കെയാണ് കൂടെ എന്ന് വെച്ചാൽ വൈഫുണ്ട്, 2 ചിൽഡ്രൻ ഉണ്ട്, മദറുണ്ട്. ഇത്രയും പേരെ കൂടെ കൊണ്ടുപോകുന്നു. ട്രെയിനാണ് യാത്ര ചെയ്തത്. ഇയാളെ ടി എ കണക്കാക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ ഇങ്ങനെയല്ല, അതിൻ്റെ ഡീറ്റെയിൽഡ് ആണ്, ഞാൻ എളുപ്പത്തിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഉദ്യോഗസ്ഥൻ ഗ്രേഡ് 1 ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടി, ആദ്യം തന്നെ അയാൾ ഏത് ഗ്രേഡാണെന്ന് നോക്കുക. ഗ്രേഡ് ഏതാണെന്ന് എന്നാൽ ഉടനെ ഇയാളുടെ പിന്നെ ഡി എത്രയാണെന്ന് മനസ്സിൽ വരണം. അപ്പോൾ ഗ്രേഡ് 1 ആകുമ്പോൾ 600 രൂപ വരും. അപ്പോൾ എന്തൊക്കെ നമ്മൾ ഓർക്കണം? ഇയാൾക്ക് 2 ടയർ എസിക്ക് പോകാം, അതിന് കാശ് കിട്ടും. പിന്നെ ലോഡിങ് അൺലോഡ് 900 വെച്ച് കിട്ടും. ഇയാൾക്ക് 3000 കിലോ കൊണ്ടുപോകാം. ഇതൊക്കെ പെട്ടെന്ന് മനസ്സിൽ വരണം. ട്രെയിനാണ് യാത്ര എന്ന്. അപ്പോൾ ട്രെയിനിന് പോയി നമുക്ക് മനസ്സിൽ പെട്ടെന്ന് ഓർക്കുക എന്തൊക്കെ കിട്ടും. ഉദ്യോഗസ്ഥന് ഫെയർ പ്ലസ് 3 ഐസ് കിട്ടും. ഫാമിലിക്ക് പിന്നെ ഫെയർ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ അടുത്തത് നമ്മുടെ പേഴ്സണൽ എഫക്റ്റ് എന്ന് പറയുന്നത് ഓർമ്മയുണ്ടല്ലോ, കിൻഡലിനാണ്, കിലോയ്ക്കാണ് കിട്ടുക. ഇത്ര 3000 കിലോ കൊണ്ടുപോയാൾക്ക് 2000 പിന്നെ അത് ഓർക്കുക. ലോഡിങ് അൺലോഡിങ് 900, 500, 450 എന്നുള്ള റേറ്റൊക്കെ ഓർത്തിരിക്കുക. ഇപ്പോൾ ട്രെയിനിനെ കൊണ്ടുപോയി. ഇപ്പോൾ ഇവിടെ നോക്കുക. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് വരാം. ബ്രാക്കറ്റിൽ കുറേ കാര്യം പറഞ്ഞു. ട്രെയിൻ ഫെയർ കാസർഗോഡ് ട്രിവാൻഡ്രം കാസർഗോഡ് 2 ടയർ എ സി 800 രൂപ, 2 ടയർ എ സി 920 രൂപ, 3 ടയർ എ സി 800 രൂപ. പിന്നെ ഇയാൾ അതിന് ക്വസ്റ്റിനകത്തൊരു കാര്യം കൂടെയുണ്ട്. ഇയാൾ പേഴ്സണൽ എഫക്റ്റ് ആയിട്ട് 5000 കിലോയുടെ സാധനങ്ങൾ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ, ഗ്രേഡ് 1 ഉദ്യോഗസ്ഥൻ കാസർഗോഡ് നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് കാസർഗോഡിന് ട്രാൻസ്ഫറായി. അയാളുടെ കൂടെ വൈഫ്, 2 ചിൽഡ്രൻ, മദർ. ഇയാൾ 5000 കിലോ സാധനം കൊണ്ടുപോയി. ബ്രാക്കറ്റിൽ പിന്നെ ട്രെയിൻ ഫെയർ 2 ടയർ എ സി 920, 3 ടയർ എ സി 800 രൂപ,
ഡിസ്റ്റൻസ് 610 കിലോമീറ്റർ. ഇനി ഗുഡ്സ് ഫെയർ, ഗുഡ്സ് കൊണ്ടുപോകാനുള്ള കാശ് 90 രൂപ പെർ കിൻഡൽ. ഇത്രയാണ് തന്നിരിക്കുന്നത്, 90 രൂപ പെർ കിൻഡൽ. കാൽക്കുലേറ്റ് TA. ശ്രദ്ധിച്ച് കേൾക്കുക. ഉദ്യോഗസ്ഥൻ ട്രിവാൻഡ്രത്ത് നിന്ന് കാസർഗോഡേക്ക് ട്രാൻസ്ഫറായി. അവിടെ കൃത്യമായിട്ട് ആരാന്ന് അയാൾ പറയുന്നുണ്ട്. ആരാണ് അയാൾ? ഗ്രേഡ് 1 ഉദ്യോഗസ്ഥൻ. ഉടനെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇയാൾക്ക് 2 ടയർ AC പോകാം. 2 ടയർ ACയുടെ കാശ് അവിടെ പറയുന്നുണ്ട്. 2 ടയറും 3 ടയറും പറയുന്നുണ്ട്. നമുക്കിവിടെ 2 ടയർ എടുക്കേണ്ടത്. 2 ടയർ എത്രയുണ്ട്? 920 രൂപ കിട്ടും. ഓക്കെ, ഉദ്യോഗസ്ഥർ. അപ്പോൾ നമ്മൾ ഓരോന്ന് എടുക്കുക. ഓഫീസർക്ക് എന്ത് കിട്ടും? 920 പ്ലസ് ട്രെയിനായതുകൊണ്ട് 3 IC. IC എന്ന് പറഞ്ഞാൽ ഹാഫ് DA എന്നറിയാം. ഒരു DA 600 രൂപയെന്നറിയാം. അപ്പോൾ അയാൾക്ക് എന്ത് കിട്ടും? 300ൻ്റെ 3 ഇരട്ടി കിട്ടും. ഓക്കെ, 3 IC കിട്ടും അയാൾക്ക്. അപ്പോൾ എത്ര വരും? 600ൻ്റെ പകുതി 3 എണ്ണം. അപ്പോൾ 900 രൂപ കിട്ടും IC ആയിട്ട്. അപ്പോൾ അയാൾക്ക് എന്തൊക്കെ കിട്ടും? ഫെയർ 920 രൂപ. എന്തുകൊണ്ടാണ്? അയാൾ 2 ടയർ ACക്കാണ് പോകണത്. കാരണം എന്താ കാര്യം? അയാൾ ഗ്രേഡ് 1 ഉദ്യോഗസ്ഥനാണ്. കൂടാണ്ട് 3 IC കിട്ടും. IC എന്ന് പറഞ്ഞാൽ DAയുടെ പകുതിയാണ്. DA എന്ന് പറഞ്ഞാൽ 600 രൂപയാണ്. കാരണം അയാൾ ഗ്രേഡ് 1 ഉദ്യോഗസ്ഥനാണ്. 600 രൂപയുടെ പകുതി 300 രൂപയാണ് IC. എത്ര എണ്ണം കിട്ടും? 3 എണ്ണം. അപ്പോൾ 3 900 രൂപ കിട്ടും. അപ്പോൾ ഉദ്യോഗസ്ഥന് എന്തൊക്കെ കിട്ടി? ഫെയർ 920 പ്ലസ് IC ആയിട്ട് 900 രൂപ. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഫാമിലിക്ക് ഫെയർ മാത്രമേ കിട്ടുള്ളൂ. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആരൊക്കെയാണ് പോയത് കൂടെ? വൈഫുണ്ട്, കാശ് കിട്ടും, കുഴപ്പമൊന്നുമില്ല. 2 ചിൽഡ്രൻ ഉണ്ട്. അവിടെ ചിൽഡ്രൻ്റെ ഏജ് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കണം, പ്രായപൂർത്തിയായ മക്കളാണെന്ന് വിചാരിക്കണം. വേറെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട, അതിനപ്പുറത്തേക്ക് കടന്നൊന്നും ചിന്തിക്കേണ്ട. അത് 5 വയസ്സാണ് എന്ത് ചെയ്യുമായിരുന്നു സാറേ എന്നൊന്നും ചോദിക്കരുത്. ഒന്നും പറഞ്ഞിട്ടില്ല, പ്രായപൂർത്തിയാണെന്ന് മനസ്സിലായി. അപ്പോൾ അവർക്ക് ഫെയർ കിട്ടും. അപ്പോൾ ഭാര്യയ്ക്ക് കിട്ടും ഫെയർ, 2 കുട്ടികൾക്കും ഫെയർ കിട്ടും. പിന്നെ അമ്മ കൂടെ പോയി. അമ്മയ്ക്ക് കൊടുക്കുമോ? കൊടുക്കില്ല, കാരണം അത് ഫാമിലിയിൽ പെടുത്തിയിട്ടില്ല. അപ്പോൾ അമ്മയെ കൊണ്ടുപോകണമെങ്കിൽ അയാൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ കിട്ടും? ഫാമിലിക്ക് എന്ന് വെച്ചാൽ 3 പേർക്കും 3 പേരുണ്ട് 920 രൂപ വെച്ച് കിട്ടും. കാരണം ഫാമിലി ഇയാളുടെ കൂടെ പോയതുകൊണ്ട് 2 ടയർ ACയുടെ കാശ് കിട്ടും. ഒരു 2 ടയർ ACയുടെ കാശ് 920 രൂപയാണ്. 3 × 920, അപ്പോൾ 2760 രൂപ അവർക്ക് കിട്ടും. ഇനി എന്താ കാര്യം? പേഴ്സണൽ ഇഫക്റ്റ് കൊണ്ടുപോകണം. എങ്ങനെ പേഴ്സണൽ ഇഫക്റ്റ് കൊണ്ടുപോകുന്നത്? പേഴ്സണൽ ഇഫക്റ്റ് ഇയാൾക്ക് 5000 കിലോ കൊണ്ടുപോയെന്നാണ് പറഞ്ഞത്. നമുക്കറിയാം ഗ്രേഡ് 1 ഉദ്യോഗസ്ഥന് എത്രയേ കൊണ്ടുപോകാൻ പാടുള്ളൂ? 3000 കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ഇയാൾ 3000ന് മുകളിൽ എത്ര കൊണ്ടുപോയാലും 3000ൻ്റെ കാശേ കൊടുക്കുകയുള്ളൂ. ഓക്കെ, 3000ൻ്റെ കാശ് എങ്ങനെ കാണണേ? ഇവർ കിൻഡലിന് ആണ് പറഞ്ഞിരിക്കുന്നത്, 90 രൂപ വെച്ച് കിൻഡൽ. അപ്പോൾ നമുക്ക് കിലോ ആക്കുമ്പോൾ അത് കിൻഡലാക്കുമ്പോൾ 30 കിൻഡൽ ആവും. ഓക്കെ, 3000 കിലോ എന്നുള്ളത് 30 കിൻഡൽ. ഇപ്പോൾ 90 × 30 2700 രൂപ അതിന് കിട്ടും. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രശ്നം എന്താ വെച്ചാൽ 5000 കിലോ അയാൾ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടൊന്നും നിങ്ങൾ വിഷമിക്കരുത്. അയാൾ എത്ര വേണേൽ കൊണ്ടുപോട്ടെ, ഞങ്ങൾ 3000 രൂപയ്ക്ക് തരുള്ളൂ എന്ന് പറയണം. ഓക്കെ, ശരി. അപ്പോൾ അത്രയും കാശ് അയാൾക്ക് കിട്ടും. അപ്പോൾ 2700 രൂപ കിട്ടും. ഇത്രയാണ് കിട്ടുക. പിന്നെ അവിടെ ലോഡിങ് അൺലോഡിങ്ങിൻ്റെ കാശുണ്ട്. ലോഡിങ് അൺലോഡിങ് എങ്ങനെ കിട്ടുക? 2 സൈഡിലും ഗ്രേഡ് 1 ഉദ്യോഗസ്ഥരുടെ 900 കിട്ടും. 1800 രൂപ കിട്ടും. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാശ് കേട്ടപ്പോൾ ഓഫീസർക്ക് കിട്ടുന്ന മനസ്സിലായി, ഫാമിലിക്ക് കിട്ടുന്ന മനസ്സിലായി, പിന്നെ പേഴ്സണൽ എഫക്റ്റ് മനസ്സിലായി, ലോഡിങ് അൺലോഡിങ് മനസ്സിലായി. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇത്രയും പൈസയാണ് ഒരു ട്രാൻസ്ഫർ TA കിട്ടുക. ഇനി ഈ ക്വസ്റ്റ്യൻ പിന്നെ ഇയാൾ ബസ്സിനാണ് പോകണമെന്ന് വിചാരിച്ച് നിങ്ങൾ തന്നെ ചെയ്യുക. അപ്പോൾ ബസ് കൂലി ഒരു 350 രൂപയാണ്, 450 രൂപയാണെന്ന് വിചാരിച്ചേക്കുക. അതൊന്ന് തന്നെ ചെയ്യുക, ഒന്ന് നോക്കുകയാണ്. ഓക്കെ, താങ്ക് യു വെച്ച് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബാക്കി ചെയ്യാം.